ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2394. ഇന്ന് ജൂലൈ മാസം 21-ാം തീയതി, 202-ാമത്തെ ദിവസത്തിലെത്തി. പറയാനൊക്കെ എളുപ്പമാണ്, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്കല്ല, എനിക്ക് കരുണയെക്കുറിച്ചൊക്കെയാണ്, നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമൊക്കെ. ഇതൊക്കെ എന്തുമാത്രം എന്നിലും ഉണ്ടെന്ന് ഒരുപക്ഷെ എല്ലാവരും അളക്കുന്നുണ്ടാവും. അതുകൊണ്ട് വലിയ ഗുണമൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാനെന്ന് അളന്നെടുക്കേണ്ടേ എന്നിൽ എന്തുമാത്രം കരുണയുണ്ടെന്നും നീതിയും നന്മയും ഉണ്ടെന്നും ഒക്കെ. എന്താണ് ശരിക്കും കരുണ? അർഹിക്കുന്നതിൽ കൂടുതൽ നൽകുന്നതാണ് സത്യത്തിൽ കരുണ. യേശുവിനോളം ഒരാളെ ഉയർത്തുന്ന ഒരു അനുഭവം കൂടിയാണ് സത്യത്തിൽ കരുണ. യേശുവിന്റെ അത്ര ഉയരത്തിലേക്ക് ഒരാളും കൂടി എത്തുകയാണ്. എങ്ങനെ? കരുണയുള്ളതിന്റെ പേരിൽ. വിശക്കുന്നവരെ ഊട്ടുക, നഗ്നരെ ഉടുപ്പിക്കുക, രോഗികളെ പരിചരിക്കുക, അങ്ങനെ കുറെ സുഹൃത ശുശ്രൂഷ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ ശരിക്കും കരുണ? പൊതുവെ അങ്ങനെ ഒരു തോന്നലുണ്ട്. വിശക്കുന്നവരെ ഊട്ടുകയും നഗ്നരെ ഉടുപ്പിക്കുകയും ചെയ്യുന്ന പോലുള്ള വലിയ 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 ശുശ്രൂഷകളിൽ കരുണ ഒതുങ്ങുന്നുവെന്ന് ഇല്ല കേട്ടോ. അതിനെ മറികടക്കേണ്ടതാണ് കരുണ. അതിലും എത്രയോ ആഴമുള്ള ഉയരമുള്ള കാര്യങ്ങളാണ് ക്രിസ്തുയേശു കരുണ കൊണ്ട് അർത്ഥമാക്കിയെന്നറിയാം. കാരുണ്യ ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുക താരതമ്യേന എളുപ്പമുള്ള കാര്യമാണെന്ന് കൂടി ഞാനും പറഞ്ഞു വെക്കുക. ഉള്ളിലെ ഹീനതകൾ മറച്ചു പിടിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. പുറമെ നമ്മളിങ്ങനെ കാരുണ്യ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഈ കരുണയും അനുകമ്പയും കൊണ്ട് നമ്മുടെ ഉള്ളം നിറഞ്ഞിരുന്നില്ലെങ്കിൽ എല്ലാം ഒരു കള്ളത്തരമായിട്ട് കൂടി മാറുന്നുണ്ട്. അനീതിയായി നമ്മൾ കുറെ ധനം സമ്പാദിക്കുന്നു, പിന്നീട് അതുകൊണ്ട് കുറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. പുറമെ നോക്കിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് അതിനകത്ത് നീതിയും അനീതിയും ഒക്കെ വ്യക്തമാകുന്നത്. മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിൽ കരുണ പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. മറ്റുള്ളവരോട്, സഹജീവികളോടുള്ള എൻ്റെ സമീപനത്തിൽ, മറിച്ച് ജീവകാരുണ്യ ശുശ്രൂഷകൾ ഏർപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം പോരല്ലോ. യേശുവിനോളം കരുണയുള്ള ഒരാളാകാനായിട്ട് അസാധ്യമാവാം. പക്ഷെ യേശുവിന് എന്തുമാത്രം കരുണ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കിയത് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ശ്രമം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.